എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോസ് ഇട്ടിട്ട്, ഏകദേശം ഒരു 1 വീക്കായി വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചു സേഫാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ വീഡിയോസ് ഇടാത്തത്, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഏകദേശം ഒരു 1 ഇയറായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ്. വീഡിയോ ഇടാത്തത് വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് മടിയുള്ള കാരണമാണ്. കാരണം നമുക്ക് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മടി ഉണ്ടായിരുന്നു എനിക്ക്. അത് മാത്രമല്ല, നമുക്ക് സമയത്തിൻ്റെ കുറച്ച് പരിമിതികളോടും ഉണ്ടായിരുന്നു. എൻ്റെ പുത്രൻ്റെ കലാവിരുദ്ധകളാണ് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ ഇങ്ങനത്തെ അതായത് നമ്മളെ ഇങ്ങനെ ചോദിച്ചാൽ എന്താ വീഡിയോസ് ഇടാത്തത്, വീഡിയോ ഇടണം കേട്ടോ, ആഴ്ചയിൽ 2-3 വീഡിയോസൊക്കെ ഇടണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ എന്തായാലും ഞാൻ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ ശ്രമിക്കും. ഇങ്ങനെ നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് അങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമുണ്ട്. എനിക്ക് അവരുടെ പേരൊന്നും അറിഞ്ഞുകൂടാ, കാരണം പേരല്ല അവരുടെ ഐഡിയിൽ കാണിക്കണത്, അതുകൊണ്ട് എനിക്ക് പേര് പറയാൻ അറിയണില്ല കേട്ടോ. പക്ഷേ കമൻ്റ് ഇടുന്ന ആളുകൾ അവർക്ക് നന്നായി അറിയായിരിക്കും. അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെരി സോ മച്ച്. നിങ്ങളിങ്ങനെ എൻക്വയറി ചെയ്തേനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 5 മണിയുടെ സമയമായിട്ടുണ്ട്. കാരണം നമുക്ക് ഇന്നലെ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയത്ത് അത്യാവശ്യം നന്നായിട്ട് കരടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് നമ്മുടെ പാക്കേജ് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതാണ്. ഞാൻ അടിച്ചു വാരി തുടങ്ങിയായിരുന്നു കേട്ടോ. നമ്മളിവിടെ അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടുകൂട്ടാ. വൃത്തിയാക്കി നമ്മൾ ജാതിയുടെ അവിടെ തന്നെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കളയണം. പിന്നെ നമുക്കേ നമ്മുടെ പയറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് അടിച്ചു വാരി ഇടാം. നമ്മുടെ അടുക്കള തോട്ടം ഉണ്ടല്ലോ, നമ്മൾ കുറച്ചും കൂടി ഒന്ന് വിപുലീകരിച്ചു കൂട്ടാം. നമ്മൾ പയറും വെണ്ടക്കായും മാത്രമാണ് നമ്മൾ ഫസ്റ്റ് നട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മളതിലേക്ക് ചീര കൊണ്ടുവന്നു, മുളക് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനും കൂടി എടുത്തിട്ടുണ്ട്. കുമ്പളവും പിന്നെ പടവലങ്ങ, കൈപ്പയ്ക്ക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി നമ്മളതിലേക്ക് പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ അതിഥികളായിട്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ടുണ്ടായില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന കേട്ടോ നമ്മുടെ കൈപ്പക്കായ, പാവയ്ക്ക എന്നൊക്കെ പറയും. അത് നമ്മൾ ഒരു ഗ്രോ ബാഗിലാക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ കുറച്ച് കുമ്പളം നട്ടിട്ടുണ്ട്. അത് നമ്മൾ നട്ട എല്ലാ വിത്തും മുളച്ച് വന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതൊരു ഗ്രോ ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് വളരുമ്പോൾ നമ്മൾ ഇവിടേക്കൊരു വലിയൊരു പന്തൽ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതാണ് ഇവിടേക്ക് ഇങ്ങനെ മൊത്തത്തിലൊരു പന്തൽ വരുത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നമ്മളൊരു 5 ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മത്തമുളക് ഉണ്ടല്ലോ, മത്തമുളകിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാകി മുളകിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേണേ. പിന്നെ വേറൊരു കൂട്ടം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ പച്ചപ്പയറെന്ന് പറഞ്ഞിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിട്ട് നമുക്ക് ചുവന്ന പയറല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പച്ചപ്പയറിൻ്റെ വിത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പാകിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരേ. ഈ കാണുന്നത് കേട്ടോ നമ്മുടെ പച്ചപ്പയർ. ഈ ബാഗിൽ തന്നെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ പച്ചപ്പയർ കൊടുത്തിരിക്കണേ. അപ്പോൾ എല്ലാ ഗ്രോ ബാഗിലേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഞാൻ മുളച്ച് കണ്ടത്. വേറെ ഇതിലുണ്ട്, നമ്മൾ ചീരയിലും കുറച്ച് നട്ടിട്ടുണ്ട് കേട്ടോ, കാണിക്കാം. കണ്ട പച്ചപ്പയർ. നമ്മുടെ ഈ ഭാഗമൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് കേട്ടോ. നമ്മൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കാടുണ്ടായിരുന്നല്ലേ, അപ്പോൾ ആ കാടൊക്കെ നമ്മൾ വൃത്തിയാക്കി. കാരണം പാമ്പൊക്കെ വരാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള സ്ഥലമായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല തണുവുള്ള സ്ഥലത്തൊക്കെയാണ് ഈ പാമ്പൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് കാരണം ഇവിടെ വേഗം തന്നെ നമ്മൾ ക്ലീനാക്കി ഇട്ടു. വാർത്തകളൊക്കെ കാണുമ്പോഴേ ഭയങ്കരമായിട്ട് പേടിയാവുക. അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഒന്ന് ഉറച്ച് കഴുകിയിടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിവിടെ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഒരു പൂപ്പലായിട്ടുണ്ട്. അപ്പോൾ ഒരു വഴുക്കൽ വരുന്നുണ്ട്, നമ്മളിങ്ങനെ എന്താ പറയുക സ്ലിപ്പാവുന്നുണ്ട് നടക്കുമ്പോൾ ഒക്കെ. ഇവിടെ ഒന്ന് ക്ലീനാക്കി ഇടാമെന്ന് വിചാരിച്ചു.
നമുക്ക് ക്ലീൻ ആക്കാം. നോക്കുമ്പോഴേക്ക് അത് വരുന്നില്ല. അപ്പോൾ നമ്മളത് ക്ലീനിങ് പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു വഴുക്കലുണ്ടെന്ന് പറഞ്ഞല്ലോ പൂപ്പായ, അതൊക്കെ ഒന്ന് ഉറച്ച് കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട തന്നെ ഒന്ന് കുളിപ്പിക്കണം. ഇനി നമുക്ക് പള്ളിയിൽ പോകണം. 6 മണിക്കാണ് കുർബാന. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട അവനെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് റെഡി ആവണം. എന്നാലാണ് നമുക്ക് 6 മണിക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് സാധനവും കുറച്ച് ചിപ്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പള്ളിയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ്. ഇനി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇനി കിടന്നുറങ്ങണം. വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. ടാറ്റാ.